അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഇമാം ബുഖാരി ആ ഹദീസ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇസ്തകന്നാറു ഇലാ റബ്ബിക ഫഖാലത് റബ്ബി അകല ബാളി ബാള. ഒരു സാഹചര്യത്തിൽ, ഒരു അവസരത്തിൽ നരകം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു പരാതി ബോധിപ്പിച്ചു. ആ പരാതി ഇങ്ങനെയായിരുന്നു: എൻ്റെ ചില ഭാഗങ്ങൾ മറ്റ് ഭാഗങ്ങളെ വല്ലാതെ കരിച്ച് തിന്നുകളയുന്നു എന്നും. ഈ ഒരു പരാതി ബോധിപ്പിച്ചപ്പോൾ അല്ലാഹു തആല നരകത്തിന് ഒരു അനുവാദം കൊടുത്തു. ഫഅദിന ലഹാ ബിനഫസൈനി, രണ്ട് നിശ്വാസങ്ങൾ പുറത്തേക്ക് വിടാനുള്ള അവസരം അല്ലാഹു തആല നൽകി ആ നരകത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിസ്സൈഫി. ഒന്ന് ചൂട് കാലത്ത് ചൂടിൻ്റെ നിശ്വാസവും മറ്റൊന്ന് തണുപ്പിൻ്റെ നിശ്വാസവുമാണത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർരി വഅശദ്ദു മാ തജിദൂന സംഹരീറ. നാം അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ ചൂട്, ആ ചൂട് നരകത്തിൻ്റെ ആവിയാണ് പുറത്തേക്ക് വരുന്നത് എന്ന്. അതുപോലെ അനുഭവിക്കുന്ന കഠിനമായ തണുപ്പ്, അതും നരകത്തിൻ്റെ തണുത്ത ആവിയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാറുക്കും ജുസുഉം മിൻ സബഈന ജുസുഅ. നിങ്ങൾ ഉപയോഗിക്കുന്ന തീ, ഭൗതിക ലോകത്തുള്ള തീ നരകത്തിലുള്ള തീയേക്കാൾ 70 ഇരട്ടി ചൂട് കുറഞ്ഞ തീയാണ്. നരകത്തിലുള്ളത് ഇതിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീയാണ് എന്ന് റസൂല് പറയുന്നുണ്ട്. 3 ചൂടിനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന് ഖബറിലുള്ള ചൂടിനെ പറ്റിയാണ്. ഒരു മനുഷ്യനെ അവൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ കൊണ്ടുപോയി വെച്ച ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് അവരുടെ ചെരുപ്പടിയുടെ ശബ്ദം കേൾക്കാത്ത അത്ര ദൂരത്തെത്തിയാൽ 2 മലായിക്കത്തുകൾ, 2 മലക്കുകൾ വരുമെന്നും ആ 2 മലക്കുകൾ അവരോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും റസൂല് പറയുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമുക്കറിയാം ഏതൊക്കെയാണെന്ന്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഖബറിനടുക്കൽ ഇരുന്ന് കൊണ്ട് മറമാടിയതിൻ്റെ ശേഷം പറഞ്ഞു കൊടുത്താൽ ആ ഉത്തരം പറയാൻ കഴിയില്ല. മറിച്ച് ജീവിതം ആ രീതിയിൽ ക്രമപ്പെടുത്തിയാൽ മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയൂ. അതിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഫയുനാദി മുനാദിൻ ഫിസ്സമാഇ അന്നഹു കദിബ, ആകാശത്ത് നിന്ന് ഒരു വിളിയാളം വരുന്നുണ്ട്, അവൻ പറഞ്ഞതെല്ലാം കളവാണ്. അതുകൊണ്ട് അഫ്രിസൂഹു മിനന്നാരി വഅൽബിസൂഹു മിനന്നാരി വഫ്തഹു ലഹു ബാബൻ ഇലന്നാരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഈ മനുഷ്യന് നരകത്തിൽ തീയിൻ്റെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കണം. അവനിക്ക് തീയിൻ്റെ ഒരു വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം. മാത്രവുമല്ല, നരകത്തിലേക്കുള്ള ഒരു കവാടം അവന് തുറന്നു കൊടുക്കുകയും ചെയ്യണമെന്നാണ് റസൂല് പറഞ്ഞത്. ഇങ്ങനെ ഒരു അനുഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ചോദ്യങ്ങൾ, മുങ്കർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തവരുടെ അവസ്ഥ ഇതാണ്. രണ്ടാമതുള്ള ചൂടിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത് മഹ്ശറയിൽ വെച്ചാണ്. മഹ്ശറയിൽ ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ട്, മുട്ടുവരെയുണ്ട്, അരവരെയുണ്ട്, കഴുത്ത് വരെയുണ്ട്. ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിയ അതികഠിനമായ ചൂടനുഭവിക്കുന്ന, വളരെ അടുത്ത് സൂര്യൻ ഉദിക്കുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്.
മൂന്നാമതുള്ള ചൂട് നരകത്തിലെ ചൂടിനെ പറ്റിയാണ് റസൂല് പറഞ്ഞത്. തബൂക്ക് യുദ്ധം നടക്കാൻ പോവുകയാണ്. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തത് ഒരു ചൂട് കാലഘട്ടമായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, നമ്മളൊരു പ്രതിരോധത്തിന്റെ വക്കത്താണുള്ളത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാകണം, ഒരു സൈനിക പോരാട്ടം ചിലപ്പോൾ നടത്തേണ്ടി വരും, അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോ മദീനയിലുള്ള ഏതാനും കപടവിശ്വാസികളായ ആൾക്കാർ പറഞ്ഞു, ലാ തംഫിറൂ ഫിൽ ഹരി, ഇപ്പം ചൂടുകാലാണ്, ഈ ചൂടുകാലത്ത് ഒരു സൈനിക പോരാട്ടത്തിന്റെ പ്രവാചകൻ തയ്യാറാകുമ്പോൾ നമുക്കതിൽ പങ്കെടുക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഈ സമയം അവിടെ മാറ്റി നിർത്തിയിട്ട് നല്ലൊരു സാഹചര്യം, ഒരു കാലാവസ്ഥയൊക്കെ നല്ലൊരു ക്ലൈമറ്റൊക്കെ വരുമ്പോൾ നമുക്ക് അന്നേരം നോക്കാം എന്ന് ചില ആൾക്കാർ പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവിടെ ഇടപെടുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, നബിയെ ഖുൽ, അവരോട് പറയണം, നാറു ജഹന്നമ അശദ്ദു ഹർറ, ഇപ്പോഴുള്ള ചൂടിനേക്കാൾ അതിശക്തമാണ് നരകത്തിലെ ചൂട് എന്ന് അവരോട് പറഞ്ഞേക്കണം. അല്ലാഹു വിളിക്കുമ്പോൾ തയ്യാറായി പുറപ്പെട്ടില്ലെങ്കിൽ പോകേണ്ടത് നരകത്തിലേക്കാണ്, ഇതിനേക്കാൾ ശക്തിയുള്ള ചൂടാണ് അത് എന്ന് അല്ലാഹു തആല പറയുന്നു. ഇങ്ങനെ 3 ചൂടിനെ പറ്റിയാണ് അല്ലാഹു തആലയും റസൂലും നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകത്ത് ഒരു മനുഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടമാണ്, ഇനി അങ്ങോട്ടൊരു മരണമില്ല എന്ന് നമുക്കറിയാം. 2022 ഞാൻ ഓർക്കുന്നു, കണ്ണൂരിൽ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയും ഭർത്താവും കൂടി കാറിൽ നിന്ന് കത്തിയെരിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ചാനലിലും പത്രങ്ങളൊക്കെ വായിച്ചതാണത്. അവിടെ ചാനലുകാരോട് അവിടെ ദൃക്സാക്ഷികളായ ആൾക്കാർ പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കിങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളിങ്ങനെ കരച്ചിലുകൾക്ക് നിലവിളി കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ അടുക്കലേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ശക്തമായ തീ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം നിലച്ചു എന്ന്, അവിടെയാണ് പോയിട്ട് ആ ശബ്ദം നിലച്ചു, കാരണം അവർ മരിച്ചുപോയി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നരകത്തിൽ നിന്ന് കത്തിക്കപ്പെടുമ്പോൾ അവിടെ ഒരു മരണമില്ല എന്ന്, അവിടെ ഒരു നിലക്കലില്ല, നിലവിളിക്കൊരു നിലക്കലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നരകത്തിലുള്ള ആൾക്കാർ നരകത്തിൽ നിന്ന് അവരിങ്ങനെ കത്തിയെരിയുമ്പോൾ അവരുടെ തൊലി കത്തിയെരിഞ്ഞു പോകുന്നു, അസ്ഥികൂടമായി മാറിപ്പോകുന്നു. എന്നിട്ട് അതോടുകൂടി അവസാനിക്കുന്നില്ല, വീണ്ടും അവർക്ക് തൊലിയും മാംസവും നൽകിയിട്ട് അത് വീണ്ടും കത്തിയെരിയുന്നു, അവരെ അങ്ങനെ അസ്ഥികൂടമായി മാറിപ്പോകും. ഈ ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ലഹും മിൻ ഫൗഖിഹിം ഉലലും മിനൻ നാരി വമിൻ തഹ്തിഹിം ഉലൽ, നരകവാസികളെ മേലെയും താഴെയുമായിക്കൊണ്ട് അഗ്നിയുണ്ടാകും, തീയുണ്ടാകും. ആ തീയിലാണ് അവർ ഉള്ളത്, അതിൻ്റെ പുറമെ താഴെയും മേലെയും തീയായിരിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന പാനീയത്തെ സംബന്ധിച്ചും അവിടെ ഭക്ഷിക്കപ്പെടുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചും അല്ലാഹു പറഞ്ഞത് ഹമീമും വസ്സാഖുമാണ് എന്നാണ്. എന്താ ഹമീം എന്ന് പറഞ്ഞാൽ, എന്താ വസ്സാഖ് എന്ന് പറഞ്ഞാൽ? അത് ഒരു ചീഞ്ചലമാണ്, അത് ശക്തമായ ചൂടുള്ള ഒരു വെള്ളമാണ്. അത് കുടിക്കുന്നതോട് കൂടിയിട്ട് അവരുടെ ആമാശയം കരിഞ്ഞു പോകുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ചൂട് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ശൈത്യകാലവും ഉഷ്ണകാലവും നമുക്ക് നൽകുന്നൊരു മെസ്സേജ് പരലോകത്തെ സംബന്ധിച്ചുള്ള വലിയൊരു മെസ്സേജാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്നു അലി റഹിമഹുല്ലാഹ് തൻ്റെ വീട് കത്തുമ്പോൾ, ഞാൻ പലപ്പോഴും പറഞ്ഞൊരു സംഭവമാണത്, തൻ്റെ വീട് കത്തുമ്പോൾ ആ വീടിന് തീ പിടിച്ചിട്ട് പുറത്തുള്ള ജനങ്ങളത് അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ നിന്ന് നമസ്കരിക്കുന്ന ആ മനുഷ്യൻ ആ വിവരം അറിയുന്നില്ല.
എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്ന ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും ഒരു വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ട് നിങ്ങൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അൽഹനി അൻകന്നാർ, എന്നെ ഇതിനേക്കാൾ ചൂടുള്ള തീ എന്നെ ശ്രദ്ധ തിരിപ്പിച്ച് കളഞ്ഞു എന്നതാണ്. ഇവിടെയാണ് നമുക്ക് വലിയൊരു മെസ്സേജ് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉള്ള ചൂട്, ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ചൂട്, അത് നമുക്ക് അനുഭവിക്കാൻ വലിയ പ്രയാസങ്ങളാണ്. ഇവിടെ നിന്ന് നമുക്ക് തണലുള്ള സ്ഥലത്തേക്ക് മാറാം, AC ഉള്ള റൂമിലേക്ക് മാറാം. പക്ഷേ പരലോകത്തുനിന്ന് അതൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി നല്ലൊരു ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.